ദേശീയ ഹിന്ദി ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഹിന്ദി ഇന്ത്യയുടെ ഭരണഭാഷയായി അംഗീകരിച്ചതെന്ന്? 1949 സെപ്റ്റംബർ 14. ലോക ഹിന്ദി ദിനം എന്നാണ്? ജനുവരി 10. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏത്? ഹിന്ദി. ഇന്ത്യയുടെ ഔദ്യോഗിക ലിപി ഏത്? ദേവനാഗരി. ദേവനാഗരി ഇന്ത്യയുടെ ഔദ്യോഗിക ലിപിയായി അംഗീകരിച്ചത് എന്നാണ്? 1949 സെപ്റ്റംബർ 14. ഹിന്ദി ഭാഷ എഴുതുന്നത് ഏതു ലിപിയിലാണ്? ദേവനാഗരി ലിപി. ഹിന്ദി ഭാഷയിലെ ആദ്യ ഗ്രന്ഥാവലി ഏത്? ഭാരതേന്ദു ഗ്രന്ഥാവലി. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ ബാലസാഹിത്യകാരൻ ആര്? ശ്രീധർ പാഠക്. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ ആധുനിക കവിത ഏത്? സ്വപ്ന. ഹിന്ദി ഭാഷയിലെ ആദ്യ നാടകം ഏതാണ്? നഹുഷ്. ഹിന്ദി എന്ന വാക്ക് ഉണ്ടായത് ഏത് ഭാഷയിൽ നിന്നാണ്? പേർഷ്യൻ ഭാഷയിൽ നിന്ന്. ഹിന്ദി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സിന്ധു നദിയുടെ പ്രദേശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഹിന്ദി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷ ഏതാണ്? ഹിന്ദി. ഹിന്ദി ഭാഷയിലെ ആദ്യ കഥ ഏതാണ്? ഇന്ദുമതി. ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ മാസിക ഏതാണ്? സംവാദ് കൗമുദി. ഹിന്ദി സാഹിത്യത്തിലെ ഗദ്യകൃതിയുടെ സ്ഥാപകൻ ആരാണ്? ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി. ഹിന്ദി ഭാഷയിലെ ആദ്യ ഗാനരചയിതാവ് ആരാണ്? വിദ്യാപതി. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ പ്രചാരകൻ ആരാണ്? ഗൗരി ദത്ത്. ആധുനിക മീര എന്ന് വിളിക്കപ്പെടുന്ന ഹിന്ദി കവയത്രി ആരാണ്? മഹാദേവി വർമ്മ. ഇന്ത്യയിലെ ഏതു പ്രാചീന ലിപിയിൽ നിന്നാണ് ദേവനാഗരി ലിപി രൂപം കൊണ്ടത്? ബ്രാഹ്മി ലിപിയിൽ നിന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന നാലാമത്തെ ഭാഷ ഏത്? ഹിന്ദി. സെപ്റ്റംബർ 14 ജന്മദിനമായ ഹിന്ദി ഭാഷാ വിദഗ്ധൻ ആര്? ബയോഹർ രാജേന്ദ്ര സിൻഹ. ബീജക്, സഖീഗ്രന്ഥ്, അനുരാഗ് സാഗർ എന്നീ പ്രശസ്ത ഹിന്ദി കൃതികളുടെ രചയിതാവ് ആര്? കബീർ ദാസ്. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര്? ചന്ദ്രബർ ദായി. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവി എന്നറിയപ്പെടുന്നത് ആര്? രാഹുൽ സാങ്കൃത്യായൻ. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യ കവിത ഏത്? സിഡ് സർഫ. ഹിന്ദി ഭാഷയിലെ ആദ്യ നോവൽ ഏത്? പരീക്ഷാ ഗുരു. ഇന്ത്യയിൽ ഹിന്ദി ഭാഷയിൽ ഇറങ്ങിയ ആദ്യത്തെ പത്രം ഏത്? ഉദന്ത് മാർത്താണ്ഡ്.
ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര്? സുമിത്രാനന്ദൻ പന്ത്. ചിദംബര എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടന്നത് എന്ന്? 1975 ജനുവരി 10. ആദ്യത്തെ വിശ്വ ഹിന്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാര്? ഇന്ദിരാഗാന്ധി. ലോക ഹിന്ദി ദിനം, അതായത് വിശ്വ ഹിന്ദി ദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 10. ഹിന്ദി ഭാഷയിൽ ആദ്യമായി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച വ്യക്തി ആരാണ്? അടൽ ബിഹാരി വാജ്പേയി. നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യൂ, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യൂ. ഇത് ആരുടെ വാക്കുകളാണ്? കബീർ. ബുദ്ധദേവന് ശേഷം ഏറ്റവും വലിയ ലോകനായകൻ എന്ന് ഗ്രിയർസൺ വിശേഷിപ്പിച്ചത് ആരെയാണ്? തുളസീദാസ്. ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളെയാണ് ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ളത്? 22 ഭാഷകൾ. ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ കവി ആര്? സൂർദാസ്. കലികാലത്തിലെ വാൽമീകി എന്നറിയപ്പെടുന്ന കവി ആര്? തുളസീദാസ്. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹിന്ദി ഔദ്യോഗിക ഭാഷ ആയത്? ആർട്ടിക്കിൾ 343. ഹിന്ദി ഭാരതത്തിൻ്റെ ഹൃദയഭാഷയാണ് എന്ന് പറഞ്ഞത് ആരാണ്? രാംധാരി സിംഗ് ദിൻകർ. ഹിന്ദിയിലെ ആദ്യ കവയത്രി എന്നറിയപ്പെടുന്നത് ആര്? മീരാഭായ്. ഹിന്ദി സാഹിത്യത്തിലെ സൂര്യൻ എന്നറിയപ്പെടുന്ന കവി ആര്? സൂർദാസ്. ഹിന്ദി സാഹിത്യത്തിലെ ചന്ദ്രൻ എന്നറിയപ്പെടുന്ന കവി ആര്? തുളസീദാസ്. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആസ്ഥാനം എവിടെ? മദ്രാസ്. ഒരു ഭാരതീയ ആത്മാവ് എന്നറിയപ്പെടുന്ന ഹിന്ദി സാഹിത്യകാരൻ ആര്? മാഖൻലാൽ ചതുർവേദി. ഹിന്ദിയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എഴുതിയത് ആര്? നവീൻ ചന്ദ്ര റായ്. ഹിന്ദി കവിതയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് ആര്? മീരാഭായ്. ഗാന്ധിജി രാഷ്ട്രകവി എന്ന പദവി നൽകി ആദരിച്ച ഹിന്ദി കവി ആര്? മൈഥിലി ശരൺ ഗുപ്ത. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ സ്ഥാപിച്ചത് ആര്? ആനി ബസന്റ്. ഭാരതത്തിലെ എല്ലാ സ്കൂളുകളിലും ഹിന്ദി പഠനം അനിവാര്യമാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ആനി ബസന്റ്. ഹിന്ദി സാഹിത്യത്തിൽ കഹാനി സമ്രാട്ട്, ഉപന്യാസ സമ്രാട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ ആര്? പ്രേംചന്ദ്. പ്രേംചന്ദ് എന്നറിയപ്പെട്ട ഹിന്ദി സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ധൻപത് റായ്. ധൻപത് റായിയുടെ പ്രേംചന്ദിന് മുമ്പുള്ള തൂലികാനാമം എന്തായിരുന്നു? നവാബ് റായ്. കലം കാ സിപാനി എന്ന ജീവചരിത്രം ആരുടേതാണ്? പ്രേംചന്ദ്.
ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗോദാൻ എന്ന പ്രശസ്ത ഹിന്ദി നോവലിൻ്റെ രചയിതാവ് ആരാണ്? പ്രേംചന്ദ്. ഹിന്ദി ഭാഷയിലെ ആദ്യ ചലച്ചിത്രം ഏതാണ്? സത്യഹരിശ്ചന്ദ്ര. സിഖ് മതം സ്ഥാപിച്ച ഹിന്ദി കവി ആരാണ്? ഗുരുനാനാക്ക്. കേന്ദ്രത്തിൻ്റെയും 10 സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക ഭാഷ എന്ന പദവി ഏതു ഭാഷക്കാണ് ഉള്ളത്? ഹിന്ദി ഭാഷയ്ക്ക്. ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത ഭക്തകവികൾ ആരൊക്കെയാണ്? കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, മീരാഭായി. രാമചരിതമാനസം എന്ന കൃതിയുടെ രചയിതാവ് ആര്? തുളസീദാസ്. ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? ഫിലോളജി. രാജ്യത്തിൻ്റെ ഏകതയ്ക്ക് ഹിന്ദി അനിവാര്യമാണ്. ആരുടെ വാക്കുകളാണിത്? രാജാ റാം മോഹൻ റോയ്. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ കബീർദാസിൻ്റെ പ്രസിദ്ധ കവിതാ സമാഹാരം ഏത്? ബീജക്.